നമസ്കാരം. ഞാൻ കോവിലൂർ രാധാകൃഷ്ണൻ. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മലയാളിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റ്യന്റെ മരണമാണ്. കാരണം അന്ന സെബാസ്റ്റ്യന്റെ മരണം ജോലി സമ്മർദ്ദം മൂലമാണ് എന്നുള്ളത് പരക്കെ ആശയവുമുണ്ടായി. കാരണം IT മേഖലകളിൽ പൂനെയിലെ IT കമ്പനിയിലായിരുന്നു അന്ന സെബാസ്റ്റ്യൻ ജോലി ചെയ്തിരുന്നത്. അവർ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗമാണ്. ഏറ്റവും കൂടുതൽ യുവതലമുറ ആഗ്രഹിക്കുന്നതും ജോലി ചെയ്യുന്നതും IT ഫീൽഡിലാണ്. പക്ഷേ ഇതിന് ചില ദോഷങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടാണ് കുട്ടികൾ IT ഫീൽഡിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ പോകുമ്പോഴുള്ള ഒരു കാര്യം, അവിടെ ഇവർക്ക് കൈനിറച്ച് പണം ലഭിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവരുടെ ജോലി ഭാരം വളരെ കൂടുതലാണ്. IT മേഖലകളിൽ 12 മുതൽ 16 മണിക്കൂർ വരെയൊക്കെ IT ടെക്നോക്രാറ്റുകൾക്ക് ജോലി ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ശാരീരിക ക്രമത്തെ താളം തെറ്റിക്കും. നമുക്കൊരു സാധാരണ ഒരു പറഞ്ഞിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഒരു 8 മണിക്കൂർ ജോലിയാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ഉറക്കം, അങ്ങനെ വേണം. പക്ഷെ നേരെ കുറിച്ച് ഇത് അങ്ങനെയല്ല വരുന്നത്. കാരണം ഇവർക്ക് വലിയ വലിയ ടാർഗറ്റുകൾ ഇവരുടെ മുമ്പിൽ വരും. ഈ ടാർഗറ്റുകൾ തീർക്കുവാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ അത് സമയത്ത് തീർക്കുവാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ അവർ ചിലപ്പോൾ വിശ്രമം മറക്കും, സമയത്തിന് ആഹാരം കഴിക്കുവാൻ മറക്കും, സമയത്തിന് വെള്ളം കുടിക്കുവാൻ മറക്കും. ഇങ്ങനെയെല്ലാം ചെയ്തു വരുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും സമ്മർദ്ദത്തിന് അടിമപ്പെടുന്ന ഒരു ഇത് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജോലി തീർക്കുവാൻ മാത്രമല്ല, ഈ IT ഫീൽഡിൽ കോമ്പറ്റീഷനുകൾ ഉണ്ടാകും. അപ്പോൾ കാരണം എല്ലാം ടെക്നോക്രാറ്റുകളാണ്. അപ്പോൾ ഒരാളിനേക്കാൾ മികച്ചത് ചെയ്യുവാൻ അടുത്തയാളെ ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി കൂടുതൽ അവർ സ്ട്രെസ് എടുക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, എന്ത് നേടിക്കഴിഞ്ഞാലും നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. ഏറ്റവും നമ്മൾ ഒരു മനുഷ്യനാണെങ്കിൽ വിശ്രമം വേണം, അതുപോലെ തന്നെ വിനോദം വേണം, വിജ്ഞാനം വേണം, എല്ലാം വേണം. അത് നമ്മൾ പണം സമ്പാദിക്കൽ, നമ്മൾ ജീവിക്കുവാൻ വേണ്ടിയാണ് പണം. നമ്മൾ സമ്പാദിക്കുന്ന പണം നമുക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. പണം മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ സാധാരണ പലപ്പോഴും അവർക്ക് കൃത്യമായ സമയത്ത് ഉറങ്ങുക, ഭക്ഷണം കഴിക്കുകയൊന്നും ചില സമയത്ത് കൃത്യമായിട്ട് ചെയ്യാം. അത് നമ്മുടെ ആരോഗ്യക്രമത്തെ താളം തെറ്റിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കൃത്യമായി നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി കൃത്യമായി ഭക്ഷണം കഴിക്കുക. കൂടുതൽ ടെൻഷൻ പിടിച്ച് നമ്മൾ ടാർഗറ്റുകൾ എടുക്കുവാൻ നോക്കരുത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം, കാരണം അറിയാം നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമ ദിവസമാണ്. അന്ന് നമുക്ക് വിശ്രമത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. അതുപോലെ വിനോദത്തിന് വേണ്ടി, സാധാരണ വിനോദത്തിനുള്ള സിനിമകൾ, പാട്ടുകൾ, ഇതെല്ലാം നമ്മൾ കേൾക്കുക, കാണുക. നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ നോർമൽ ആക്കുവാൻ അത് സഹായിക്കും. അതുപോലെ തന്നെ യോഗയൊക്കെ നമ്മുടെ മനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും എല്ലാം യോഗ നമുക്ക് ഒരു പരിധി വരെ നമ്മളെ വിശ്രാന്തിയിൽ എത്തിക്കുവാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായ ഭക്ഷണവും വിശ്രമവും എല്ലാം നമ്മൾക്ക് ഉണ്ടാക്കിയെടുത്തില്ല എങ്കിൽ, അല്ലാതെ ജോലി സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കമ്പനിയിൽ നിന്നും മാറുക, മറ്റൊരു കമ്പനിയിലോട്ട് പോവുക. കാരണം നമുക്ക് ഇന്നതെടുത്ത് നമുക്ക് കൂടുതൽ കാശ് കിട്ടുമായിരിക്കും. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ സമ്മർദ്ദപ്പെട്ടു കഴിഞ്ഞാൽ, സമ്മർദ്ദം ശരീരത്തിന്റെ ക്രമങ്ങളെ എല്ലാം താളം തെറ്റിക്കും. അപ്പോൾ നമുക്ക് ഓവറായിട്ട് ടെൻഷൻ താങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു സൈക്യാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനെയോ കണ്ട് ഉപദേശം തേടുക എന്നുള്ളതാണ്. അതാണ് ഉചിതമായ ഒരു മാർഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടെൻഷൻ ഫ്രീ ആയി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് നമുക്ക് ടെൻഷൻ ഫ്രീ ആയി തന്നെ നമ്മൾ ചെയ്യണം. അതൊരു ജോലി ചെയ്യുമ്പോഴും ആനന്ദത്തോടെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ മാറുക. നമുക്ക് അവിടെ ശമ്പളം നഷ്ടപ്പെടുന്നു, വേറെ ഒന്നും നഷ്ടപ്പെടുന്നു, നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല.
നമുക്ക് ചിലപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ നമ്മളൊരു അടുത്തൊരു കമ്പനിയിൽ ജോലി ചെയ്യേണ്ടി വന്നേക്കാം. എന്തായാലും നിങ്ങൾ വേറൊന്നും നോക്കണ്ട. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാന ഘടകം. അതുപോലെ നമ്മുടെ മനസ്സമ്മർദ്ദം നമുക്ക് കൂടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായ ഉപദേശങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ മൈൻഡിനെ നമ്മൾ വിശ്രാന്തിയിൽ എത്തിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. അല്ലാതെ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ കൃത്യമായിട്ട് 1 മണിക്കൂറെങ്കിലും വ്യായാമത്തിന് വേണ്ടി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഒരു പ്രത്യേകത, ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. ഇരുന്ന് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പൊ അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ശക്തമായി വ്യായാമം ഒരു ദിവസം 1 മണിക്കൂർ നടക്കുകയെങ്കിലും വേണം. നടക്കുകയെന്ന് പറഞ്ഞാൽ നടക്കാൻ വേണ്ടി നടക്കുക, അതായത് അത്രയും സ്പീഡിൽ നടക്കുക, ഓടുക, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യായാമം, അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, നല്ല വ്യായാമങ്ങൾ എടുക്കുക. ഇത് നമ്മൾ കൃത്യമായി പാലിക്കുക. നമ്മൾ ആരോഗ്യം നോക്കിയിട്ട് മാത്രമേ വേറെ എന്തിലോട്ടും തിരിയാവൂ. ആരോഗ്യമാണ് വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്ന് നമുക്കറിയാം. പക്ഷേ ആരോഗ്യമില്ല എങ്കിൽ ഈ ലോകത്തെന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് മനസ്സിലാക്കി നമ്മൾ ടെൻഷൻ ഫ്രീ ആയി ജോലി ചെയ്യുക. ശമ്പളം കുറവാണെങ്കിലും നമ്മൾ അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക.